ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. അടുത്ത IPL വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ഫ്രാഞ്ചൈസികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് നവംബർ 15-ാം തീയതിക്ക് മുന്നേ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തുന്നു, ഏതൊക്കെ താരങ്ങളെ റിലീസ് ചെയ്യുന്നു എന്ന ലിസ്റ്റ് തീരുമാനിക്കേണ്ടതുണ്ട്, ഒരു ഫൈനൽ ഡിസിഷനിൽ എത്തേണ്ടതുണ്ട് എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസികൾ എല്ലാവരും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം പ്രമുഖ മാധ്യമമായ ക്രിക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് രാജസ്ഥാൻ റോയൽസ് ഇത്തവണ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള 5 താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ തന്നെയാണ്. അതായത് സഞ്ജുവിനെ കൈവിടാൻ രാജസ്ഥാന് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഫ്രാഞ്ചൈസി വിട്ട് പുറത്തു പോകാൻ സഞ്ജു ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള അനുമതി അദ്ദേഹം തേടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രാജസ്ഥാൻ റോയൽസ് ട്രേഡ് ചെയ്യാനാണ് സാധ്യത. അതിന് സാധിച്ചില്ലെങ്കിൽ റിലീസ് ചെയ്തേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ വരുമ്പോൾ 18 കോടി രൂപയുടെ ഒരു ബാലൻസ് അവിടെ രാജസ്ഥാൻ റോയൽസിന് വരും എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഷിംറോൺ ഹെറ്റ്മെയർ ആണ്. അതായത് ഒരു ഫിനിഷർ റോളിൽ രാജസ്ഥാൻ റോയൽസ് ഉപയോഗിച്ചു പോരുന്ന താരമാണ് ഹെറ്റ്മെയർ. പക്ഷേ കഴിഞ്ഞ സീസണിലൊന്നും അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല വലിയ സാലറി അഥവാ 11 കോടി രൂപ ഇദ്ദേഹത്തിന് നൽകേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നു എന്നാണ് ക്രിക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തേത് മഹേഷ് തീക്ഷണയാണ്. 4.40 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ഒരു വിലയായിക്കൊണ്ട്, സാലറി ആയിക്കൊണ്ട് വരുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന് വലിയ ഒരു മികവൊന്നും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല മികച്ച ഇന്ത്യൻ സ്പിന്നർമാരെ ഇപ്പോൾ രാജസ്ഥാന് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശ്രീലങ്കൻ താരത്തെ ഒഴിവാക്കാൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരാൾ പേസറായ ഫസൽ ഹക്ക് ഫറൂഖിയാണ്. പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ താരത്തെ റിലീസ് ചെയ്തുകൊണ്ട് മികച്ച ഒരു പേസറെ കൊണ്ടുവരാനാണ്, വിദേശ പേസറെ കൊണ്ടുവരാനാണ് ഇപ്പോൾ രാജസ്ഥാൻ ഉദ്ദേശിക്കുന്നത്. 2 കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ഈ താരത്തെ അവർ സ്വന്തമാക്കിയിരുന്നത്. ഇനി അഞ്ചാമത്തെ താരം അത് ശുഭം ദൂബെയാണ്. 80 ലക്ഷം രൂപയായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നത്. ഈ താരത്തിന് അവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും അതൊന്നും കൃത്യമായി മുതലെടുക്കാൻ താരത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ റിലീസ് ചെയ്തുകൊണ്ട് മിഡിൽ ഓർഡറിലേക്ക് മറ്റു മികച്ച യുവതാരങ്ങൾക്ക് അവസരം നൽകാനുള്ള ഒരു പ്ലാൻ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിനുണ്ട് എന്നാണ് ക്രിക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് രാജസ്ഥാൻ റോയൽസ് കൈവിടാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള 5 താരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.